വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc സ്റ്റാറ്റിസ്റ്റിക്സുകാരുടെ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ തന്നെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ, തൊട്ട് തലേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പാർട്ട് എ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, 1 മാർക്കിന്റെ സെക്ഷൻ. അതിൽ ഏതൊക്കെ പാഠത്തിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പാർട്ട് ബി മീൻസ് നമ്മള് 2 മാർക്കിന്റെ സെക്ഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓരോ ക്വസ്റ്റ്യൻസും ഏത് പാഠത്തിൽ നിന്നുള്ളതാണെന്ന് പറയും, നമ്മൾ മാർക്കിൽ വാല്യുവേഷൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സെക്കൻഡ് സെം മാത്സ് എക്സാം എഴുതാൻ പോകുന്നവർ, അത് ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, സപ്ലി ആയിക്കോട്ടെ, റെഗുലർ എക്സാം എഴുതാൻ പോകുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(xy) = xy divided by y² minus x² if xy not equal to 0 0 and 0 if xy equal to 0 0. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക വേണ്ടത്. സോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് അല്ല, പക്ഷെ അത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് കാണിക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കോ അല്ലെങ്കിൽ 1/2 മാർക്കോ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എടുത്തിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മീൻസ് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മീൻസ് 0 0യിലേക്ക് അടുക്കുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ മീൻസ് എക്സ് 0യിലേക്ക് പോകുന്തോറും ലിമിറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് വാല്യൂ എല്ലാം സെയിം കിട്ടിയാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഐഡിയ. അപ്പൊ നമ്മൾ y = mx എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ചൂസ് ചെയ്യാണ്. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് x → 0 y → 0 xy divided by y² minus x² that is equal to എന്ത് ചെയ്തു, y = mx ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റ് നമുക്ക് ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 0 0യിലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ വാല്യൂവും ലിമിറ്റ് വാല്യൂവും സെയിം ആണ്, സോ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. പക്ഷെ ഇങ്ങനെ ഇവിടെ കിട്ടത്തില്ല, നമുക്ക് നോക്കാം. സോ x × mx that is mx² divided by x² into ഇവിടെ നിന്ന് നമ്മൾ m² x² minus x²ന്റെ അകത്ത് x² കോമൺ എടുത്തു. സോ x² into m² minus 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, that is limit x → 0. ഇവിടെ നിന്ന് y = mx കൊടുത്തപ്പോഴേ വൈയുടെ ലിമിറ്റ് പോയി കേട്ടോ. y 0യിലേക്ക് ഇനി കൊണ്ടുപോകണ്ട, നമുക്ക് x മാത്രം 0യിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ നമുക്ക് x² ക്യാൻസൽ ചെയ്യാം. ബാക്കി ലിമിറ്റ് x → 0 m divided by m² minus 1 എന്ന് പറഞ്ഞാൽ എന്താ, അത് a² - b² ഫോമില കിടക്കുന്നത്. ദാറ്റ് ഈസ് a + b × a - b. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ m + 1 × m - 1 എന്ന് എഴുതിയത്. അപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, x 0യിലേക്ക് പോയാലും നമുക്ക് ഇവിടെ ഇതിന് മാറ്റം വരും അല്ലെ. എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. അപ്പം സ്ലോപ്പ് മാറുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിമിറ്റ് വാല്യൂ മാറും. അപ്പൊ 0 0യിലെ വാല്യൂ എത്തേണ്ടത് 0യിലേക്കാണ്, പക്ഷെ ഇത് വേറെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ എഴുതി ചെയ്തേക്കുന്നത്. ആസ് xy approaches 0 0 along different paths f(xy) has different limits for lines with different slopes. മീൻസ് നമുക്ക് 0 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ഇപ്പൊ ഇതാണ് 0 0 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക, അതിലേക്ക് ഇതിലൂടെയും എത്താം, ഇതിലൂടെയും എത്താം. അതിന്റെ എല്ലാം സ്ലോപ്പ് വ്യത്യാസം. അപ്പൊ സ്ലോപ്പ് മാറുന്ന അനുസരിച്ച് അതിന്റെ ലിമിറ്റും മാറും. അപ്പൊ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. therefore നമുക്ക് എന്ത് പറയാം, therefore f(xy) is discontinuous at origin. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് z = x² minus y plus 2xy എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ∂z/∂x കണ്ടുപിടിക്കണം, ∂z/∂y കണ്ടുപിടിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ z എന്ന് പറയുന്നത് നമുക്കറിയാം 2 വേരിയബിളിന്റെ ഫംഗ്ഷൻ, എക്സിന്റെ ഫംഗ്ഷൻ ആണ്, വൈന്റെ ഫംഗ്ഷൻ ആണ്. അപ്പം z വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓൾറെഡി ഞാൻ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും, നിങ്ങളുടെ മാത്രമല്ല സ്റ്റാറ്റിയുടെ മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസിലും BCAയിലും ഫിസിക്സിലും കെമിസ്ട്രി അവരുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ്. സോ അത് നിങ്ങൾ എടുത്ത് കാണുക, ആ ക്വസ്റ്റ്യൻസ് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണുക, നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x ആണ്, മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, y കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 0 പ്ലസ് 2xy ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിന്റെ മാത്രം നോക്കിയാൽ മതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ നമുക്ക് എന്ത് കിട്ടും, 2x + 2y. അതിന് ഒന്നും കൂടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 × x + y. അടുത്ത ഈ z ഇതുപോലെ തന്നെ
എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. അപ്പൊ x² കോൺസ്റ്റന്റ് ആണ്, സോ അത് 0 ആയി. -y -1 പ്ലസ് 2xy ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ത് വരും, 2x വരും. സോ -1 + 2x, അതിന് മാറ്റി ഒന്ന് എഴുതി 2x - 1. സോ ഇതാണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇന്റഗ്രൽ tan ക്യൂബ് x dx ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അവിടെ ആ ഒരു ലൈൻ ശ്രദ്ധിക്കണം, റിഡക്ഷൻ ഫോർമുല തന്നെ യൂസ് ചെയ്യണം. സോ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഇന്റഗ്രൽ tan റൈസ് ടു nx dxന്റെ റിഡക്ഷൻ ഫോർമുല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒത്തിരി അധികം പ്രാവശ്യം ഈ ഒരു റിഡക്ഷൻ ഫോർമുലാസ് ഇന്റഗ്രൽ സൈൻ റൈസ് ടു nx, ഇന്റഗ്രൽ കോസ് റൈസ് ടു nx, ഇന്റഗ്രൽ tan റൈസ് ടു nx, അതിന്റെ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിക്കാതെ എക്സാമിന് പോയിട്ട് ഫെയിലായി മാർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. സോ നിങ്ങൾ ഷോർട്ട് നോട്ട് മീൻസ് ഇക്വേഷൻസ് ഷോർട്ട് നോട്ട് എഴുതി തന്നെ പഠിക്കണം. സോ ഇന്റഗ്രൽ tan റൈസ് ടു nx dx ഇസ് ഈക്വൽ ടു, ഇതാണ് ഫോർമുല, tan റൈസ് ടു n - 1x ഡിവൈഡഡ് ബൈ n - 1 പ്ലസ് ഇന്റഗ്രൽ tan റൈസ് ടു n - 2x. അപ്പൊ ഇവിടെ നമുക്ക് tan ക്യൂബ് x ആണ്, n ഈസ് ഈക്വൽ ടു 3 ആണ് കൊടുക്കേണ്ടത്. സോ ഇത് നമ്മൾ n - 1 ദാറ്റ് ഈസ് 3 - 1 tan സ്ക്വയർ x ഡിവൈഡഡ് ബൈ 2 പ്ലസ് integral tan raised to 3 minus 2 that is 1 tan raised to 1x tan x dx that is equal to tan square x divided by 2 plus integral tan x that is log mod sec x plus c. ഒൻപതാമത്തെ ക്വസ്റ്റ്യനും റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 0 to π/2 sin raised to 7x dx. അപ്പൊ ഈ sin raised to nx dxന്റെ റിഡക്ഷൻ ഫോർമുല ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിലുള്ള നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത് നിങ്ങൾ പഠിക്കണം. ഈ ഇന്റഗ്രൽ sin raised to nxന്റെയും ഇന്റഗ്രൽ cos raised to nxന്റെയും ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫോർമുല സെയിം ആണ്. സോ അത് നിങ്ങൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു 7 ആണ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് നമ്പർ വരുമ്പം എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ, n - 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n - 3 ഡിവൈഡഡ് ബൈ n - 2 ഇൻറ്റു n - 5 ഡിവൈഡഡ് ബൈ n - 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2/3. അപ്പൊ 2/3 സ്റ്റോപ്പ് ആവണം ഈ ഒരു ഇക്വേഷൻ. അപ്പൊ നമ്മൾ n ഈസ് ഈക്വൽ ടു 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷനിലേക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 7 - 1/7 ഇൻറ്റു 7 - 3/7 - 2 ഇൻറ്റു 7 - 5/7 - 4. അപ്പൊ നമ്മൾ നോക്കണം 2/3 ആണോ എത്തി നിൽക്കുന്നത്, 2/3 ആണ്. സോ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത മീൻസ് മൈനസ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് 6/7 ഇൻറ്റു 4/5 ഇൻറ്റു 2/3. ദാറ്റ് ഈസ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, 48 ഡിവൈഡഡ് ബൈ 105 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 48ലും 105ലും കോമൺ ആയിട്ട് ആരുണ്ട്, 3 ഉണ്ട്. സോ 16 ഡിവൈഡഡ് ബൈ 35 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു 48/105 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പത്താമത്തെ ക്വസ്റ്റ്യനും റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to π/2 sin raised to 4x into cos raised to 6x dx. അപ്പം അതിന്റെ റിഡക്ഷൻ ഫോർമുല അറിയണം. 3 കേസ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫോർമുലയുണ്ട്. അപ്പൊ ഞാനിവിടെ നമുക്ക് p ഈസ് ഈക്വൽ ടു 4, q ഈസ് ഈക്വൽ ടു 6, q ഈവൻ ആയിട്ടുള്ള ആ ഒരു ഫോർമുല ഇതാണ്. p - 1 p ഈസ് ഈക്വൽ ടു ഇവിടെ 4 ആണ്, q ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പൊ p - 1 ഡിവൈഡഡ് ബൈ p പ്ലസ് q ഇൻറ്റു p - 3 ഡിവൈഡഡ് ബൈ p പ്ലസ് q മൈനസ് 2 മീൻസ് സ്മോളിൽ എന്ത് ചെയ്യുന്നു, മീൻസ് ഓഡ് നമ്പേഴ്സ് മൈനസ് ചെയ്തു പോകുന്നു പിന്നോട്, താഴെ p പ്ലസ് ക്യൂവിനോട് ഈവൻ നമ്പേഴ്സ് മൈനസ് ചെയ്തു പോകുന്നു. എവിടെ എത്തണം, 1/2 പ്ലസ് ക്യൂ എന്നെത്തണം. ഇൻറ്റു അടുത്തത് q - 1/q ഇൻറ്റു q - 3/q - 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എവിടെ തീരണം, 1/2 ഇൻറ്റു π/2. എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാണ്. p ഈസ് ഈക്വൽ ടു 4, q ഈസ് ഈക്വൽ ടു 6 അപ്ലൈ ചെയ്യുന്നു. p - 1/p പ്ലസ് q ദാറ്റ് ഈസ് 4 - 1/4 പ്ലസ് 6 ഇൻറ്റു p - 3/p പ്ലസ് q മൈനസ് 2 ദാറ്റ് ഈസ് 4 - 3 ഡിവൈഡഡ് ബൈ 10 - 2 ഇൻറ്റു അടുത്തത് p മൈനസ് അടുത്ത് നമ്മൾ നോക്കണം. അപ്പൊ 1/2 പ്ലസ് ക്യൂല എത്തേണ്ടത്. 1/2 പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി, അത് 1/6 പ്ലസ് 2 1/8 ആവും അല്ലെ. അപ്പൊ ഈ 4 - 3 ഡിവൈഡഡ് ബൈ 10 - 2 ആവുമ്പോഴേ എന്ത് സംഭവിച്ചു, അത് 1/8 ആയി. സോ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത് നോക്കണം, q - 1/q ദാറ്റ് ഈസ് 6 - 1/6 ഇൻറ്റു 6 - 3/6 - 2 എവിടെ തീരണോ, അത് 1/2 തീരണം. സോ 6 - 5 ഡിവൈഡഡ് ബൈ 6 - 4 ചെയ്യുമ്പോൾ അവിടെ എന്തായി, 1/2 ആയി. സോ നമുക്ക് 1/2 ഇൻറ്റു അടുത്ത ലാസ്റ്റ് ടേം ഒഴിവാക്കരുത്, π/2. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ആദ്യം മൈനസ് ചെയ്യുക, 3/10 ഇൻറ്റു 1/8 ഇൻറ്റു 5/6 ഇൻറ്റു 3/2 ഇൻറ്റു 1/2 ഇൻറ്റു π/2. കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 45 ഡിവൈഡഡ് ബൈ 3840 പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 9/768 പൈ. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/256 ആൻസർ കിട്ടും.
11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് R is equal to 2 എന്ന് പറയുന്ന സർക്കിള് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എൻക്ലോസ് ചെയ്ത ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ R is equal to 2 എന്ന് പറയുന്ന സർക്കിൾ എന്താ, റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ, അതിന്റെ മുകളിലുള്ള പോർഷൻ സെമി സർക്കിൾ പോർഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിലെ ഏരിയ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇക്വേഷൻ അറിയണം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ആർ ഡി ആർ ഡി തീറ്റ. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് സിമ്പിൾ ആയിട്ട്, ഇനിയിപ്പോ നമുക്ക് ഈ ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം R ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് എന്താ, പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ആണ് ഏരിയയുടെ ഇക്വേഷൻ. R ഈസ് ഈക്വൽ ടു 2 ആണ്. സോ 4π വരും അല്ലെ. അപ്പൊ 4π വരുന്ന സമയത്ത് 4πയുടെ ഒരു ഭാഗം മാത്രമാണ്, 4 ഈക്വൽ പോർഷൻ ആണ് സർക്കിളിനുള്ള അല്ലെ. അപ്പൊ നമുക്ക് ഒരു പോർഷനിലെ മാത്രം ഫസ്റ്റ് ക്വാഡ്രന്റിലെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 4πനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4π ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ യൂണിറ്റ്സ്. ഇത് ആൻസർ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിലും ആൻസർ കിട്ടും, മാർക്കും കിട്ടും. സോ നമുക്ക് നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട്, നമ്മുടെ സിലബസിൽ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ആർ ഡി ആർ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇന്റഗ്രൽ 0 ടു 2 ആർ ഡി ആർ ഡി തീറ്റ. ആർ 0 തൊട്ട് 2 വരെ ആംഗിൾ എവിടെ തൊട്ടാ, 0 തൊട്ട് ഈ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ എവിടെയാണ് തീരുന്നത്, 90 ഡിഗ്രിയില്, പൈ ബൈ 2 സോ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആറിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ആർ സ്ക്വയർ ബൈ 2 ഫ്രം 0 ടു 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കിത് 2 കിട്ടും. സോ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 2 ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു അടുത്ത ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. സോ 2 ഇൻറ്റു തീറ്റ ഫ്രം 0 ടു പൈ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് പൈ യൂണിറ്റ്സ്. സോ ഇതാണ് ആൻസർ വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഫ്യൂബിനീസ് തിയറം ഫോർ കാൽക്കുലേറ്റിംഗ് ഡബിൾ ഇന്റഗ്രൽസ്. അപ്പൊ ഫ്യൂബിനീസ് തിയറം 2 ഫോം ഉണ്ട്. ഫസ്റ്റ് ഫോമും ഉണ്ട്, അതുപോലെ സ്ട്രോങ്ങർ ഫോമും ഉണ്ട്. 2 ഫോം നിങ്ങൾ എഴുതുക. ഇനിയിപ്പം ഏതെങ്കിലും ഒരെണ്ണമാണ് അറിയുന്നതെങ്കിൽ പോലും നിങ്ങൾ അത് തീർച്ചയായിട്ടും എഴുതി വെക്കണം. കാരണം എങ്ങനെയാണ് മാർക്ക് മീൻസ് എല്ലാവരും. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ഫ്യൂബിനീസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. 2 ഫോം ഉണ്ട് ഫ്യൂബിനീസ് തിയറത്തിന്. ആ 2 ഫോമും നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസ് വരുന്ന സമയത്ത് ചിലപ്പോൾ 2 ഫോം എഴുതിയാലേ 2 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയും. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഫോം എഴുതിയാലും 2 മാർക്ക് കൊടുക്കാം എന്നുള്ളത് പറയും. അപ്പൊ നിങ്ങൾ ഏത് ഫോമാണോ, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഫോമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. സോ അത് നിങ്ങൾ എഴുതുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ആ ഒരു ഫോം. നോട്ടിൽ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു കാർട്ടീഷ്യൻ ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. ആ കാർട്ടീഷ്യൻ ഇന്റഗ്രലിനെ ഇക്വലന്റ് പോളാർ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പോളാർ ഇന്റഗ്രൽ അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് എന്താണ് എന്നുള്ളത് അറിയണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ എന്താ, ഇന്റഗ്രൽ 0 ടു 1 ഇന്റഗ്രൽ 0 ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. അപ്പം ഇവിടെ നമ്മൾ വൈയുടെ ലിമിറ്റ്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, 0 തൊട്ട് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വരെ. എക്സിന്റെ ലിമിറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, 0 തൊട്ട് 1 വരെ. ഈ ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ എക്സിന്റെ വൈയുടെ ലിമിറ്റ്സ് എഴുതുന്നത്. ഡി വൈ ഡി എക്സ് ആയതുകൊണ്ട് ഈ ഒരു ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് ആണ് വൈയുടെ ലിമിറ്റ്സ്. ഈ ഡി എക്സ് രണ്ടാമതായതുകൊണ്ട് 0 ടു 1 ആണ് എക്സിന്റെ ലിമിറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈ എന്ന് പറയുന്നത് 0യ്ക്കും റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിനും ഇടയ്ക്കാം. ദാറ്റ് മീൻസ് ഒരു ക്വാർട്ടർ സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ക്വാർട്ടർ സർക്കിൾ എക്സ് ഈസ് ഈക്വൽ ടു 0 ടു 1 ആണ്. അതുപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു 0 ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഈ വൈ ഈക്വൽ ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് എ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പം ഈ ഒരു വൈ കിടക്കുന്നത് ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഇന്റീരിയർ പോർഷനിലാണ്. ഞാൻ ഇവിടെ റഫായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അടുത്തത് എന്ത് വേണം, എക്സ് എവിടെ തൊട്ട് എവിടെ വരെ, 0 തൊട്ട് 1 വരെ. അപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ, മീൻസ് 0 ഈസ് മീൻസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ് ഇത് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഫിഗർ വരച്ചു. എന്നിട്ട് തീറ്റ എവിടം തൊട്ട് എവിടം വരെയാണ് കിടക്കുന്നത് നോക്കണം. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ല, ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ തീറ്റ എവിടം തൊട്ട് എവിടം വരെ കിടക്കും, 0 തൊട്ട് പൈ ബൈ 2 വരെ. അടുത്തത് ആർ എവിടം തൊട്ട് എവിടം വരെ കിടക്കും, 0 തൊട്ട് 1 വരെ.
കാരണം റേഡിയസ് എത്രയാണ് 1 ആണ്. സോ നമുക്ക് ഡി എക്സ് ഡി വൈനെ എങ്ങനെ മാറ്റി എഴുതാം? ആർ ഡി ആർ ഡി തീറ്റ. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, നമ്മുടെ പോളാർ കോർഡിനേറ്റ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ത് വരും? ആർ സ്ക്വയർ വരും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ഇക്വലന്റ് പോളാർ ഇന്റഗ്രൽ ഇങ്ങനെയാണ് വരുന്നത്. ഇന്റഗ്രൽ 0 to π by 2 ഇന്റഗ്രൽ 0 to 1 ആർ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഡി എക്സിന് പകരം ആർ ഡി ആർ ഡി തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π by 2 ഇന്റഗ്രൽ 0 to 1 ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ആണ്. സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ചെയ്ത് പഠിച്ച ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്റഗ്രൽ 0 to π by 2 3 cos square x into sin x. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ 3നെ ഞാൻ പുറത്തോട്ടിട്ടു. 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π by 2 cos square x sin x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു cos square x-ന് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാണ്? sin square x പ്ലസ് cos square x is equal to 1 ആണ്. അതിന്റെ അകത്ത് cos square x is equal to sin square x-ന്റെ ടേമിന് നമുക്ക് എഴുതാൻ പറ്റും 1 മൈനസ് sin square x. സോ ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π by 2 1 മൈനസ് sin square x ഇൻറ്റു sin x dx. അടുത്തതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. 1 ഇൻറ്റു sin x മൈനസ് sin square x ഇൻറ്റു sin x sin ക്യൂബ് x. So 3 into integral 0 to π by 2 sin x dx minus 3 into integral 0 to π by 2 sin cube x dx. That is equal to, ഇവിടെ integral sin x അറിയണം. Integral sin x എന്താണ്? മൈനസ് cos x ആണ്. സോ മൈനസ് 3 into cos x from 0 to π by 2 മൈനസ് 3 into sin cube x dx ന്റെ 0 to π by 2 ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിഡക്ഷൻ ഫോർമുല ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യണം. സോ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് 3 മൈനസ് 1 by 3 that is 2 minus 1 by 2 by 3 ഫോമിൽ കിട്ടണം. അതിന് വേണം ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ ഫൈനൽ എന്ത് കിട്ടും? മൈനസ് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു കോസ് പൈ ബൈ 2 മൈനസ് കോസ് 0 മൈനസ് 2 കോസ് പൈ ബൈ 2 0 ആണ്. മൈനസ് കോസ് 0 എന്ന് പറയുന്നത് മൈനസ് 1 വരും. മൈനസ് 1 ഇൻറ്റു മൈനസ് 3 വരും. പിന്നെ ഒരു മൈനസ് 2 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ബിയിലെ അവസാനത്തെ ക്വസ്റ്റൻ ആണ്. അതും സിമ്പിൾ ക്വസ്റ്റൻ ആണ്. മൾട്ടിപ്പിൾ ഇന്റഗ്രലിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് നോക്കാം. സിമ്പിൾ ഇന്റഗ്രേഷൻ വരുന്നതാണ്. സോ ഇന്റഗ്രൽ 0 to 3 ഇന്റഗ്രൽ 0 to 2 4 മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇന്റഗ്രൽ 0 to 3 4ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ 4y മൈനസ് വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ y ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫ്രം 0 to 2 dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. 4 ഇൻറ്റു 2 8 മൈനസ് വൈക്ക് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് 8 ദാറ്റ് ഈസ് 8 by 3. സോ 8 മൈനസ് 8 by 3 dx. 8 മൈനസ് 8 by 3 എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 ഇൻറ്റു 3 24 മൈനസ് 8 16 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ഇന്റഗ്രൽ 0 to 3 16 by 3 dx ദാറ്റ് ഈസ് ഈക്വൽ ടു 16 by 3 ഇൻറ്റു എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്ന എക്സ് ആണ്. സോ ഫ്രം 0 to 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 by 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. സോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് ബി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് എന്നുള്ളതാണെന്ന് നമുക്ക് നോക്കാം. പാർട്ട് എയുടെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ പാർട്ട് ബിയിൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി അത് ഏത് പാഠത്തിൽ നിന്നാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. 6ാമത്തെയും 7ാമത്തെയും ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസിന്റെ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 2 ക്വസ്റ്റ്യൻ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്ത 2ാമത്തെ യൂണിറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് അത് വന്നിട്ടുള്ളത്? 8 9 10 14 ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് 2ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. 3ാമത്തെ യൂണിറ്റിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 3ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് 11 12 13 15 ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് 3ാമത്തെ യൂണിറ്റിൽ നിന്ന്. 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഫോർമുലാസ്, ഇന്റഗ്രൽസിന്റെ റിഡക്ഷൻ ഫോർമുലാസ് വരുന്ന പാഠമാണ്. 4ാമത്തെ യൂണിറ്റിന് ഈ പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് മിക്കവാറും അടുത്ത പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത്. സോ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക.